ആഹാ, നീ ഇതെപ്പോഴാ വന്നേ? ഞാൻ ഉച്ചയ്ക്ക് വന്നു. എന്ത് പറ്റി പെട്ടെന്നൊരു വരവ്? വീണ്ടും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ? ഒന്ന് പതിയെ പറ. ഇനി അമ്മ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോന്നും ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ വന്നത് വേറെ ഒന്നും കൊണ്ടല്ലേടി. കുറേ ദിവസമായില്ലേ ഇങ്ങോട്ടേക്കൊക്കെ വന്നിട്ട്. 2 ദിവസം നിങ്ങളുടെയൊക്കെ ഒപ്പം നിന്നിട്ട് പോകാൻ ഓർത്തു. ചേട്ടനോ? പിന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നൊന്നുമില്ല. അതും ഇങ്ങോട്ടേക്കാന്ന് പറഞ്ഞാൽ ചേട്ടൻ ഒട്ടും വിടൂല. എന്തു പറ്റി? പണ്ടത്തെ മറുപടി സ്വഭാവങ്ങളൊക്കെ മാറിയോ? ആള് നന്നാവും തീരുമാനിച്ചോ? അല്ല, നിന്റെ ഫേസിൽ എന്തോ ഒരു പാട് പോലെ. അത് അത് അധികം നിന്ന് പരിങ്ങൊന്നും വേണ്ട. അപ്പൊ ഞാൻ ഊഹിച്ചതുപോലെ തന്നെ പണ്ടത്തെ പോലെ ദേഹോദ്രവം തുടങ്ങി. ഓരോ തവണയും ഇനി എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നീ നീ എൻ്റെ അടുത്ത് ക്ഷമിക്ക്. ഞാനൊരു പൊട്ടി, അത് വിശ്വസിച്ച് വീണ്ടും വീണ്ടും. ഇനി നമുക്കൊക്കെ ഒറ്റ ലൈഫേ ഉള്ളൂ. നിന്റെ ലൈഫിൽ റോങ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിനക്ക് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്തൂടെ? നമ്മളൊക്കെ പെൺകുട്ടികളല്ലേ. എത്രയൊക്കെ നമ്മുടെ പാർട്ട്ണർ ചീത്തയാണെന്ന് പറഞ്ഞാലും നമുക്കങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? വീണ്ടും വീണ്ടും പുറകെ പോയിക്കൊണ്ടേയിരിക്കും. ഇനി നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേണ്ടത് സന്തോഷം, സമാധാനമാണ്. അതുപോലും നിനക്കില്ല. ഇനി ചേച്ചിക്ക് ഇതിനൊരു മോചനമില്ല മോളെ. അതുകൊണ്ട് നിനക്ക് കല്യാണം കഴിക്കാൻ വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നീ ചിന്തിച്ചിട്ടേ ആ തീരുമാനത്തിലോട്ട് പോകാവൂ. കല്യാണം കഴിക്കാനുള്ള പ്ലാനിംഗ് ഒന്നും എനിക്ക് എന്തായാലും ഇപ്പം ഇല്ല. കല്യാണം കഴിക്കണമെന്ന് ഞാൻ നിൻ്റെ അടുത്ത് പറയില്ല. നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന, നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ഒരു പാർട്ട്ണർ ആണെങ്കിൽ ആ ഒരു ലൈഫ് അടിപൊളിയായിരിക്കും. എൻ്റെ ലൈഫ് എന്തായാലും ഇപ്പം നല്ല സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത്. എനിക്ക് എന്തായാലും കല്യാണം കഴിക്കാനുള്ള പ്ലാനൊന്നും ഇല്ല. പിന്നെ നീ ഇത് അമ്മയോട് പറയാനൊന്നും നിൽക്കണ്ട. എടി, നീ എത്ര നാൾ ഇത് ഇങ്ങനെ കൊണ്ടുപോകും? പോന്നിടത്തോളം വരെ പോട്ടെ. ഞാനായിട്ട് എന്തായാലും അമ്മേനോടൊന്നും പറയാൻ നിൽക്കില്ല. ഞാൻ പോയി കുളിച്ചിട്ട് വരാം.